സ്നേഹമുള്ളവരെ, എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട് വീണ്ടും നിങ്ങളോടൊപ്പം ആയിരിക്കാൻ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എവിടെ നിന്ന് തുടങ്ങണം എന്നാണ്. നമ്മുടെ എല്ലാ കൺവെൻഷനുകളിലും ധ്യാനങ്ങളിലും വരുന്നവർക്ക് രണ്ട് ലക്ഷ്യമാണ്. ഒന്ന് ആത്മീയമായ ഒരു ലക്ഷ്യമാണ്, ദൈവത്തെക്കുറിച്ച് അറിയണം, ദൈവിക രഹസ്യങ്ങൾ നമ്മളിൽ തുറക്കണം. എന്നാൽ അതോടൊപ്പം മറ്റൊരു ലക്ഷ്യവും ഇല്ലാതില്ല. നമ്മൾക്ക് ഭൗതികമായിട്ടുള്ള പല പ്രശ്നങ്ങളും അതിൽ നിന്നും ഉള്ള ഒരു സൗഖ്യവും നേട്ടവും ഇതെല്ലാമാണ്. അപ്പോൾ ആദ്യം ആ ഭൗതിക കാര്യത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞ് ക്ലിയറാക്കാം. അപ്പോൾ പിന്നെ സമാധാനമായിട്ട് ബാക്കി ആത്മീയ കാര്യത്തിന് വേണ്ടി ചെവി തരാം. അല്ലെങ്കിൽ ഞാൻ ഈ ആത്മീയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങളുടെ ഹൃദയം മുഴുവനും ആ സ്ഥലം മേടിച്ചില്ലല്ലോ, ആ കാറ് മേടിച്ചില്ലല്ലോ, ആ വാടക കൊടുത്തില്ലല്ലോ, അവിടെ ആ മോർഗേജ് അടച്ചില്ലല്ലോ, ഇത്ര ലക്ഷം രൂപ അതിന് കൊടുക്കാൻ സമയമായിട്ടില്ലല്ലോ, ഈ കടബാധി ഇതിലേക്ക് കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ പറയണ കാര്യമൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ഈ ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് വളരെ എളുപ്പം സോൾവ് ചെയ്യാം. വളരെ എളുപ്പമാണ് അത്. നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി ഒരു കഷ്ടപ്പാടുമില്ല വാസ്തവത്തിൽ. ഇപ്പം അച്ഛൻ പറഞ്ഞില്ലേ, 25 വർഷമായിട്ട് ഒരു സാലറിയോ സാലറി സ്ലിപ്പോ ഇല്ലാതെ 25 വർഷമായിട്ട് ഭാര്യ ജോലി ചെയ്യുന്നുമില്ല. ഞാൻ ഫുൾ ടൈം കർത്താവിൻ്റെ വേലയിലാണ്. എന്നിട്ട് എനിക്ക് ഒരു സാമ്പത്തിക പ്രശ്നവുമില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ജോലി രാജിവെച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വായോ. പ്രൈസ് ദി ലോർഡ്. അന്നൊക്കെ നോക്കണം എൻ്റെ കർത്താവ് ഇതൊക്കെ പറയുകയാണെങ്കിൽ. ഇതാണ് എളുപ്പവിദ്യ. പക്ഷേ ഇത്രയും വരെ പോകാനായിട്ട് നിങ്ങൾക്ക് ധൈര്യവുമില്ല, വിശ്വാസവുമില്ല. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു മീഡിയം ലെവലിലേക്ക് പോകാം. ഇതാണ് വാസ്തവം. ഞാൻ ഇന്നും പുറകോട്ട് ചിന്തിക്കുമ്പോൾ ഞാൻ ആലോചിക്കാൻ, ദൈവമേ എങ്ങനെ ഞാൻ അതുപോലെ ഒരു തീരുമാനം എടുത്തു. ഞാനല്ല, കർത്താവ് ആഗ്രഹിക്കുന്നു, കർത്താവ് തന്നെ ശക്തി തരുന്നു. എങ്കിലും ഞാൻ അന്ന് നല്ല ശമ്പളമുണ്ടായി നല്ല ജോലി ചെയ്തുകൊണ്ടിരിക്കെ എന്നെ ഇങ്ങനെ ഒരു ദൗത്യത്തിന് വേണ്ടി കർത്താവ് വിളിക്കുകയും അത് ജോലിയെല്ലാം വിടാതെ ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നു. അങ്ങനെ വന്നപ്പോൾ എൻ്റെ ഭാര്യ, കുട്ടികൾ, ഭാര്യയ്ക്ക് നിങ്ങളുടെ മാതിരി വല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് നൈറ്റ് ഷിഫ്റ്റൊക്കെ കൂടുതലെടുത്ത് എങ്ങനെയെങ്കിലും മേക്കപ്പ് ചെയ്യായിരുന്നു. ഇതതുമില്ല. ഇപ്പം ഞാൻ കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവിൻ്റെ ഉത്തരവെല്ലാം വളരെ സൂത്രത്തിലുള്ള ഉത്തരങ്ങളാണ്. കർത്താവ് പറഞ്ഞ്, നീ ആകാശത്തിലെ പക്ഷികളെ ഒന്ന് നോക്കി. അതെനിക്കറിയാലോ. ചുമ്മാ അറിഞ്ഞുകൊണ്ട് കാര്യമില്ല. അവയ്ക്ക് മാസം ശമ്പളം കൊടുക്കണത് ആരാ? അത് ശരിയാണ്. അത് നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല, ഇല്ലേ? ആകാശത്തിലെ പക്ഷികൾക്ക് എല്ലാ ദിവസവും ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞ നിങ്ങൾ കിട്ടുന്നുണ്ടോ? എന്നാൽ അവർക്ക് വല്ല ബാങ്ക് അക്കൗണ്ടോ കളപ്പുരകളിൽ ശേഖരിക്കുന്നുണ്ടോ? ഇതാ കർത്താവ് പറഞ്ഞത്, അവ കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല, അവ എന്നിൽ ആശ്രയിക്കുന്നു. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട എന്ന് പറയണത് ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 22 മുതലുള്ള വചനം ഒന്ന് വായിക്കാം. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 22 മുതലുള്ള വചനത്തിൽ പറയുന്നത്, നിങ്ങൾ ആകുലപ്പെടേണ്ട ഒന്ന് വായിക്കാം. ലൂക്ക 12:22 മുതൽ. യെസ്. ഇങ്ങനെ 7 പേരും സന്താനമില്ലാതെ ലൂക്ക 12. വീണ്ടും അവൻ ശിഷ്യരോട് അരുളി ചെയ്തു, അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു ഭക്ഷിക്കും എന്ന് ജീവനെ പറ്റിയോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട. എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. കാക്കകളെ നോക്കുവേൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവയ്ക്ക് കലവറയോ കളപ്പുരയോ ഇല്ല.
എങ്കിലും എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട് എങ്കിലും ഒരു കരമുയർത്തി ഏറ്റു പറഞ്ഞുകൊണ്ട് എങ്കിലും ദൈവം അവയെ പോറ്റുന്നു. പക്ഷികളെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ആകുലരാകുന്നത് കൊണ്ട് ആയുസ്സിന്റെ ദൈർഘ്യം ഒരു മുഴം കൂടി നീട്ടാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും? ഏറ്റവും നിസ്സാരമായ ഇതുപോലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ മറ്റുള്ളവയെ പറ്റി ആകുലരാകുന്നത് എന്തിന്? ലില്ലികളെ നോക്കുവേൻ, അവ നൂൽ നൂൽക്കുകയോ വസ്ത്രം നെയ്യുകയോ ചെയ്യുന്നില്ലല്ലോ. എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും അവന്റെ സർവമഹത്വത്തിലും അവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ തീയിൽ എറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിലെ ദൈവം ഇത്രമാത്രം അണിയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം അണിയിക്കുകയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതാണ് ബാക്കി പറഞ്ഞിരിക്കുന്നത്. എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട, ആകുല ചിത്തരാവുകയും വേണ്ട. ഈ ലോകത്തിന്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. മനസ്സിലായോ? ഇതാണ് ഉത്തരം. നിങ്ങൾക്കൊരു പിതാവുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ മക്കളാണോ? അതാണ്. അപ്പൊ അവിടെ ഈ ലോകത്തിന്റെ ജനത എന്ന് പറയുന്നത് ആരാ? ദൈവത്തിൽ വിശ്വസിക്കാതെയും ദൈവത്തെ അറിയാതെയും ജീവിക്കുന്ന ഒരു കൂട്ടര്. അവരാണ് ഈ പൈസയുടെ കാര്യമൊക്കെ ആകുലപ്പെടുന്നത്. ഇനി വിഷമിക്കണ്ട കേട്ടോ, സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ എന്താണെന്നറിയോ? എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. ഇതിൽ കൂടുതൽ അനുഭവം എന്താ വേണ്ടേ? എനിക്ക് എല്ലാ മാസവും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എവിടെന്നോ ഇങ്ങനെ വരികയാണത്. എന്തുകൊണ്ട്? ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ പിതാവ്, കണ്ടോ എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? എൻ്റെ പിതാവിനറിയാം എനിക്ക് എന്താണ് വേണ്ടത്. ഇനി അതിനെ കുറച്ചുകൂടി മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ പറയട്ടെ, ശ്രദ്ധിക്കണേ, പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. മനസ്സിലായോ? ഞാൻ മകനാണെങ്കിൽ എന്താണ് എൻ്റെ അവസ്ഥ? ഞാൻ മകനാണെങ്കിൽ അവകാശിയാണ്. പിതാവിനുള്ളതെല്ലാം എൻ്റെ അവകാശമാണ്. ഇവൻ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വരെ എൻ്റെ അവകാശമാണ്. ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ എന്ന് വിളിക്കുമ്പോൾ നിങ്ങളുടെ ബാങ്കിൽ നിന്ന് പൈസ എൻ്റെ ബാങ്കിലേക്ക് വരും. ഞാനൊന്നും ചെയ്യണ്ട. പിതാവേ ദേ ഇന്നാളുടെ ബാങ്കിൽ കൂടുതൽ കാശുണ്ട്, അത് ഇല്ലാത്തതിന് കൊടുക്ക്. ഇത് പിതാവിൻ്റെ ഒരു പരിപാടിയാണ്. പേടിക്കണ്ട കേട്ടോ. ഒരാശയം നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങളുടെ പിതാവിനുള്ളതെല്ലാം നിങ്ങൾക്കുള്ളതാണെന്ന് ഒന്ന് വിശ്വസിക്കുക. ഒന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുക. ദൈവം പിതാവിൻ്റെ കയ്യിലുള്ളതെല്ലാം, ആത്മീയ സമ്പത്തും ഈ സൃഷ്ടിപ്രപഞ്ചം മുഴുവനും പിതാവിൻ്റെയാണ്. അത് നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. അത് മുഴുവനും നമുക്കുള്ളതാണെന്ന് വിശ്വസിക്കൂ. അത് മതി. അങ്ങനെ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ അതൊരു ക്രമമുണ്ട് കേട്ടോ. കൂടുതൽ തന്നാൽ നമുക്ക് ദൂഷ്യമാവും. അതുകൊണ്ട് കൂടുതൽ തരാറില്ല അധികം. ചിലവർ ബ്രദറെ എൻ്റെ കടബാധ്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് 10 വർഷമായിട്ട് മാറിയിട്ടില്ല, എന്തോരം ധ്യാനം കൂടിയിട്ട് ഇത് മാറുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, അതിൻ്റെ കാരണം നിനക്ക് പെട്ടെന്ന് കുറേ പൈസ തന്നാൽ നീ എങ്ങനെ അതിനെ മാനേജ് ചെയ്യുന്നുള്ളതിൻ്റെ ജ്ഞാനമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് കർത്താവ് അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ആദ്യം നീ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഉദാഹരണത്തിന് 2 കോടി രൂപ നിനക്ക് ഇപ്പോൾ പിതാവ് അങ്ങ് തരികയാണെങ്കിൽ നീ എന്ത് ചെയ്യും?
ഞാനത് 2 മാസം കൊണ്ട് പൊടിച്ച് തീർക്കും. ഇങ്ങനെയാണെങ്കിൽ പിതാവ് തരുമോ? തരില്ല. അപ്പോൾ ഈ കടബാധ്യതയും പ്രശ്നങ്ങളും എല്ലാം മാറാൻ 2 കാര്യം ഇപ്പം മനസ്സിലായി. ഒന്ന്, ഈ പിതാവിൻ്റെ കയ്യിൽ നമ്മുടെ ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. അത് നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ അവകാശമാണ്. എന്നിട്ട് കിട്ടാത്തതിൻ്റെ കാരണം എന്താ? ഇത് കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതിന് ജ്ഞാനം വേണം ആദ്യം. അഥവാ ഇപ്പം ആർക്കെങ്കിലും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യത ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കാരണം എന്താണ്? ജ്ഞാനം, ദൈവിക ജ്ഞാനം ഉപയോഗിക്കാതെ, ഞാൻ കുറ്റം പറയല്ല കേട്ടോ, ഇതൊരു സ്നേഹത്തിൽ ഞാൻ സൊല്യൂഷൻ പറയാം. നമ്മൾ ദൈവിക ജ്ഞാനം ഉപയോഗിക്കാതെ ചില തീരുമാനങ്ങൾ എടുത്തു. ആ തീരുമാനങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നീങ്ങിയില്ല. അതുകൊണ്ടാണ് കടബാധ്യതകൾ ഉണ്ടായത്. ഏറ്റവും സിമ്പിൾ ഒരു ജ്ഞാനമാണ് കിട്ടുന്നതിൽ കൂടുതൽ ചെലവാക്കരുത്. മനസ്സിലായോ? കിട്ടുന്നതിൽ കൂടുതൽ ചെലവാക്കിയാൽ കടം വരും, ഇല്ലേ? പക്ഷേ നമ്മുടെ എല്ലാ ക്രെഡിറ്റ് കാർഡുകളുടെയും സിദ്ധാന്തം എന്താ? കിട്ടുന്നതിന് മുമ്പ് നീ ചെലവാക്കിക്കോ ക്രെഡിറ്റ് കാർഡ്. കണ്ടോ? ക്രെഡിറ്റ് കാർഡ് കമ്പനിക്കാർ നമ്മുടെ പുറകെ നടക്കാണ്. ഇവിടെ അത്രയില്ല, അമേരിക്കയിലാണ്. ഓരോ ദിവസവും ക്രെഡിറ്റ് കാർഡ് വേണോ, ക്രെഡിറ്റ് കാർഡ് വേണോ, ക്രെഡിറ്റ് കാർഡ് വേണോ. ക്രെഡിറ്റ് കാർഡ് വേണമെന്നൊരു മലയാളിയോട് ചോദിച്ചാൽ അവൻ എന്താ ചെയ്യാ? സുന്ദരായിട്ട് ഇങ്ങോട്ട് തായോ 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 തായോ, ഇപ്പം അങ്ങ് ചെലവാക്കാം, പിന്നീട് നോക്കാം മടക്കി കൊടുക്കണത്. ഇത് ജ്ഞാനമല്ല, അത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിലുള്ളതല്ല. ദൈവിക ജ്ഞാനം എന്ന് പറയുന്നത് നമുക്ക് 1000 പൗണ്ട് കിട്ടുമെങ്കിൽ 900 പൗണ്ട് ചെലവാക്കാൻ പാടുള്ളൂ. 1000 പൗണ്ട് കിട്ടുന്നവൻ 2000 പൗണ്ട് ചെലവാക്കിയിട്ട് അടുത്ത മാസം ബാക്കി അടയ്ക്കാമെന്ന് വിചാരിക്കരുത്. സിമ്പിൾ കാര്യം. ഇതൊരു ലോജിക്കലായിട്ട് മനസ്സിൽ കൊള്ളുക. കിട്ടുന്നതിൽ കൂടുതൽ ചെലവാക്കരുത്. ഒരാളൊരു വീട് മേടിക്കാമെന്ന് വിചാരിച്ചു. വീട് മേടിക്കുന്നത് നല്ല കാര്യമാണ്. അപ്പോൾ തോന്നി, ദേ എൻ്റെ കൂട്ടുകാരിയുടെ വീട് ഇന്ന മാതിരിയാണ്, അതിനേക്കാളും ഒരിച്ചിരി പൊടി വലിപ്പമുള്ളതെങ്കിലും നമുക്ക് വേണ്ടേ? അല്ല, നമുക്കിപ്പോൾ പിള്ളേരൊന്നും ആയിട്ടില്ലല്ലോ. അല്ല, അതൊക്കെ പിള്ളേർ ഇനി ആവുമല്ലോ, അതുകൊണ്ടൊരു 4-5 മുറി കൂടുതലുള്ള മേടിക്കാം. ഇങ്ങനെയുള്ള ഇത് ജ്ഞാനമല്ല. അത് മേടിച്ചിട്ടു അതവിടെ കിടക്കണം. ഇറ്റ് ഈസ് എ ഡെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതിൽ നിന്ന് യാതൊരു പ്രൊഡക്ഷൻ ഇല്ല. നമ്മളുടെ സ്വപ്നത്തിൽ എനിക്ക് ഇത്രയും വലിയൊരു വീടുണ്ടെന്നുള്ള ആ ഒരു സ്വപ്നം സാറ്റിസ്ഫൈഡ് ആയെന്നുള്ളൂ. പക്ഷേ അത് ജ്ഞാനമല്ല. അപ്പോൾ ഇങ്ങനെയുള്ളതെല്ലാം ഉണ്ടെങ്കിൽ അത് വിൽക്കുകയാണ് നല്ലത്. അപ്പോൾ കടം തീർന്നു. ധൈര്യം വേണം. ഒരു സഹോദരി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ബ്രദറിൻ്റെ ഈ ക്ലാസ് കേട്ടത് എനിക്ക് വേണ്ടി പറഞ്ഞ മാതിരിയാണെന്ന് തോന്നി. ഞാൻ അതുപോലൊരു വീട് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി. അത് വിൽക്കാൻ തീരുമാനിച്ചു. വിറ്റ് ചെറിയൊരു വീട് മേടിച്ച് മോർഗേജ് എല്ലാം വളരെ കുറവുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനമായിട്ട് പോകാം. പക്ഷെ എന്നിട്ട് ഇവള് പറയാണ്, പക്ഷെ ഞാൻ ഇപ്പോൾ ബ്രദറിന് ഫോൺ ചെയ്ത് സംസാരിക്കുന്നതിൻ്റെ കാര്യം ഇതറിയിക്കാനല്ല. ഇപ്പോൾ എൻ്റെ സുഹൃത്തായ മറ്റൊരു നേഴ്സ്, എൻ്റെ കൂടെ ജോലി ചെയ്യണവൾ, ഞാൻ ഈ ചെയ്ത വിൽക്കലും വാങ്ങലും എല്ലാം അറിയാവുന്നവൾ, എനിക്ക് മുമ്പുണ്ടായിരുന്ന വീടിനേക്കാളും വലിയൊരു വീട് മേടിച്ചേക്കണം. അവളുടെ ആ ആത്മാർത്ഥത നോക്കി അവൾ പറയാണ്, ബ്രദറെ എനിക്ക് അസൂയ കൊണ്ട് നിറഞ്ഞിട്ട് എനിക്ക് വയ്യ, എനിക്ക് ഭയങ്കര അസൂയ. സാധാരണ നമ്മൾ ആരെങ്കിലും പറയുമോ ഇത്? ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആരോടെങ്കിലും പറയുമോ ഈ അസൂയയുടെ കാര്യം? എല്ലാവർക്കും ഉണ്ട് അസൂയ, എനിക്കുണ്ട് അസൂയ, പക്ഷെ ഞാൻ ആരോടും പറയാറില്ല. ഞാൻ ഇവളോട് പറയണം, നിന്നെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ. കാരണം ഇങ്ങനെ ആരും ഇന്നേവരെ എന്നോട് പറഞ്ഞിട്ടില്ല. എനിക്ക് അത് കണ്ടിട്ട് ഭയങ്കര അസൂയ തോന്നണം. അപ്പം ഞാൻ പറഞ്ഞു, വിഷമിക്കണ്ട,
അപ്പോൾ ആ മേഖലയെ പരിശുദ്ധാത്മാവിന് കൊടുത്തിട്ട്, പരിശുദ്ധാത്മാവേ സ്നേഹം നിറയണേ, 1 കൊറിന്ത്യസ് 13 ഇപ്പോൾ വായിക്കണ്ട, 13-ാം അധ്യായത്തിൽ പറയുകയാണ്, സ്നേഹം അസൂയപ്പെടുന്നില്ല. എനിവേ, ഞാൻ പറഞ്ഞത് ഇന്നത്തെ നമ്മുടെ മറുനാടൻ മലയാളികളിലുള്ള ചില സാമ്പത്തിക പ്രശ്നങ്ങളുടെ കാരണം നമ്മൾ ദൈവത്തോട് ആലോചിക്കാതെ, ദൈവത്തിൻ്റെ ജ്ഞാനം ലഭിക്കാതെ ഫൈനാൻഷ്യലായിട്ട് ചില ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച മാതിരി അത് ചെന്ന് മുട്ടില്ല. വിഷമിക്കണ്ട, പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമേ ജ്ഞാനം നൽകണേ, വെളുപ്പിനെണിക്കണം. ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ജ്ഞാനത്തിൻ്റെ ഒരു ഗുണം ഇതാണ്, നമ്മൾക്ക് ബുദ്ധി ബോധ്യവും എന്ത് ചെയ്യണമെന്നുള്ളതിന് ദൈവിക പരിപാലന നമുക്ക് കിട്ടും. രണ്ടാമത് ഞാൻ പറഞ്ഞു, എന്ത് നമ്മൾ വിശ്വസിക്കണം. ഇത് ഞാൻ 25 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യണ ഒരു കാര്യമാണ്. ഞാൻ ഓർക്കുകയാണ്, അന്ന് 25 വർഷം മുമ്പ് ഞാൻ ബോംബെയിലൊക്കെ ആയിരുന്നപ്പോൾ ഞങ്ങളുടെ അവിടെ, അപ്പം അന്ന് സീറോ മലബാർ സഭ അവിടെ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഇടവകയ്ക്ക് പള്ളിയൊന്നുമില്ല, നമ്മൾ ഇംഗ്ലീഷ് പള്ളിയിൽ കുർബാനയിലിടും. അപ്പോൾ വികാരി അച്ഛനും കൂട്ടരും പറഞ്ഞു, നമുക്ക് നമ്മുടേതായൊരു പള്ളി വേണം. ഞാൻ പറഞ്ഞു, വളരെ ശരിയാണ്, നമ്മൾ ഇത്ര ആളുകളുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ട് ഒരു ആരാധനാ സ്ഥലം വേണം. നമ്മൾക്ക് സ്വന്തം വീടുണ്ടാക്കാനൊക്കെ എന്തോരം ആൾക്കാർ കാശ് ചിലവാക്കണം. അപ്പോൾ അതുകൊണ്ട് അത് വേണം അച്ചോ. അപ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ തോന്നി, ഈ വേണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരല്ലോ, ഞാൻ തന്നെ അതിന് ഉദ്ഘാടനത്തിന് ഒരു ഡൊണേഷൻ അങ്ങ് കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ എൻ്റെ ഭാര്യ എന്നെ നോക്കി, എവിടെ നിന്ന് എടുത്താൽ ഈ ഡൊണേറ്റ് ചെയ്യണം, കയ്യിൽ വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിലൊന്നുമില്ല അച്ചോ, പക്ഷേ എൻ്റെ പിതാവിൻ്റെ കയ്യിലുള്ളതെല്ലാം എനിക്കുള്ളതാണ്. ഇന്ന് ആ ചെക്ക് ഞാൻ എഴുതി കൊടുത്തു. അപ്പം അച്ഛൻ പറഞ്ഞു, വേണോ, നിൻ്റെ കയ്യിൽ ഇല്ലാണ്ട് തന്നത് ഒരു തെറ്റായ ചെക്കല്ലേ ഇല്ലേ? നമ്മൾ എന്ത് പറയാറ് അതിന്? ആ വാക്ക് പറയണ്ട. ഞാൻ പറഞ്ഞ്, അങ്ങനെയല്ല, എൻ്റെ പിതാവിൻ്റെ കയ്യിലുള്ളതെല്ലാം എനിക്കാണ്. ആ ബോധ്യത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞാൻ തരുന്നു. അച്ഛൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഇത് ബാങ്കിലിട്ടാൽ മതി. 2-3 ദിവസം കഴിയുമ്പോഴേക്കും എൻ്റെ ബാങ്കിൽ പൈസ വരും. എവിടെ നിന്ന് വരുമെന്നും എനിക്കറിയില്ല. അച്ഛൻ ആ പോയിന്റ് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ കയ്യിൽ കുറേ പൈസ ഉണ്ടായിട്ട് അതിൽ നിന്നൊരു ഭാഗം തരികയല്ല ഞാൻ ചെയ്യണത്. ഞാൻ തരുന്നത് എന്താണ്? എൻ്റെ ഇല്ലായ്മയിൽ നിന്ന് ഞാൻ തരുന്നു. കാരണം കർത്താവിന് അത് തരണം. എന്തിനു പറയണു? 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നല്ല ഒരു എമൗണ്ട് എൻ്റെ ബാങ്കിൽ വരികയും ചെയ്ത് ഇത് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അച്ഛൻ എന്നിട്ട് അത് ഇന്ന് എന്നെ കാണുമ്പോൾ, 10-25 വർഷം കഴിഞ്ഞിട്ട് ഇന്ന് എന്നെ കാണുമ്പോൾ, തോമസ് പോളെ ആ ചെക്ക് ഞാൻ ഇപ്പോഴും ഓർക്കണ്ടെന്ന് പറയും. ഞാനിത് പറഞ്ഞത് നമുക്ക് സാമ്പത്തികമായ ഒരു ഫ്രീഡം ഉണ്ടാകണം. ഫ്രീഡം. നമ്മുടെ ജീവിതം ഈ സാമ്പത്തികമായ കടബാധ്യതയിൽ കെട്ടിക്കിടക്കുന്ന ഒരു ജീവിതമാകരുത്. അതുകൊണ്ടുള്ള ദൂഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ദൈവിക കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ സമയമില്ല. അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ ചുള്ളിൽ ഇപ്പം ഇതിനേക്കാൾ വലുതാണ് ആ കടം, ആ ബാങ്കിലോട്ട്. അപ്പോൾ ഇതിൽ നിന്ന് വിമുക്തമാകാൻ നിങ്ങളൊന്നും ഇപ്പം തന്നെ ചിന്തിക്കും. കർത്താവ്, നമ്മൾ ദൈവമക്കളാണ്, ദൈവത്തിൻ്റെ കയ്യിലുള്ളതെല്ലാം എനിക്കുള്ളതാണ്. അതുകൊണ്ട് വാസ്തവത്തിൽ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഈശോ പറയണതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ആകുലപ്പെടണ്ട. അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. അത് കൃത്യസമയത്ത് അവിടുന്ന് തരും. നിങ്ങൾ ചോദിക്കുക പോലും വേണ്ട. ലുക്ക് അറ്റ് മീ. ഞാനിങ്ങനെ സാമ്പത്തിക കാര്യം ചോദിക്കാറില്ല. ഞാൻ വിശ്വസിക്കുന്നു. എന്ത് വിശ്വസിക്കുന്നു? ഞാൻ എൻ്റെ പിതാവിൻ്റെ വാത്സല്യ മകനാണ്. ഇപ്പം നമ്മൾ തന്നെ നോക്കിയാൽ നമ്മുടെ മക്കള് നമ്മൾ എന്തെല്ലാം ചെയ്തു കൊടുക്കണത് അവർ ചോദിച്ചിട്ടാണോ? നമ്മുടെ മക്കള് അതെ അവൾക്ക് പ്രായമായി, അവൾക്ക് കല്യാണം നടത്തണം, അവൾ ചോദിച്ചിട്ടാണോ?
നമ്മുടെ മക്കൾ അവൻ ഇന്ന സ്കൂളിൽ നിന്ന് ഇന്ന സ്കൂളിലേക്ക് കൊണ്ടുപോകണം, അവൻ ഇന്ന ഷൂ മേടിച്ചു കൊടുക്കണം, ഇന്ന എന്താ പറയുക ഉടുപ്പ് മേടിച്ചു കൊടുക്കണം, അവർ ചോദിച്ചിട്ടാണോ? എന്ന പോലെ ദൈവം ചോദിക്കാതെ തന്നെ